ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചാലക്കുടിയിലുള്ള മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിന് നമ്മളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത്. അത് നമുക്ക് എന്താണെന്നുള്ളത് കണ്ടും കേട്ടും അറിയാം. നമസ്തേ, എൻ്റെ പേര് സുരേഷ് എന്നാണ്. ചാലക്കുടിക്ക് അടുത്ത് മുരിങ്ങൂരാണ് വീട്. ഏകദേശം ഒരു 40 വർഷത്തോളമായിട്ട് സ്വന്തമായിട്ടൊരു കാട് നിർമ്മിച്ചിരിക്കുകയാണ്. വീടിനോട് ചേർന്നിട്ടുള്ള ഭാഗം മുഴുവൻ കാടാണ്. അതിലെ 1000-ഓളം ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നു. പാമ്പ്, കീരി, ഉടുമ്പ്, മരപ്പെട്ടി എന്ന് വേണ്ട സർവ്വ ജീവജാലങ്ങൾക്കും സ്വസ്ഥം, സുഖം, സൗഖ്യം. ഇത് മൊത്തം നമ്മളൊരു 40 വർഷമായിട്ട് സംരക്ഷിക്കുകയാണ്, കാടായിട്ട് സംരക്ഷിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ഏകദേശം 1 ഏക്കർ ഭൂമി സ്വാഭാവിക വനമായിട്ട് സംരക്ഷിക്കുകയാണ്. അതിൽ ഏകദേശം ഒരു 1000-ഓളം ഔഷധ സസ്യങ്ങളുണ്ട്. നിത്യം കാണുന്നത് കൂടാതെ പശ്ചിമഘട്ടത്തിലെ അപൂർവങ്ങളായിട്ടുള്ള സസ്യങ്ങളടക്കം ഏകദേശം ഒരു 1000-ഓളം ഔഷധ സസ്യങ്ങളാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. പാമ്പ്, കീരി, ഉടുമ്പ്, മരപ്പെട്ടി എന്ന് വേണ്ട എല്ലാ ജീവജാലങ്ങളും ഇതിനകത്ത് സംരക്ഷിക്കപ്പെടും. ഏത് ഒരു ജീവി ഇതിനകത്ത് വന്നാലും സ്വസ്ഥം, സുഖം, സൗഖ്യം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൽ കാണുന്നതിലെല്ലാം ഔഷധങ്ങളാണ്. പ്രകൃതിയിൽ അങ്ങനെയാണല്ലോ, പ്രകൃതിയിൽ കാണുന്ന എല്ലാ സസ്യജാലങ്ങളും ഔഷധങ്ങളാണ്. പക്ഷെ അത് തിരിച്ചറിയുകയാണ് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ. ഇത് പണ്ട് തത്തച്ചെടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു തത്തയുടെ ഷേപ്പിലുള്ളൊരു ചെടി കണ്ടിട്ടില്ലേ, ഒരു തൂങ്ങിക്കിടക്കുന്നൊരു ചെടി. ആ ചെടിയുടെ ആണിത്, തത്തച്ചെടിയുടെ ഇതാണത്. ഇവിടെ കാണണമല്ലോ പ്ലാന്റ്. അതിൻ്റെ വള്ളിയാണിത്, ഈ വണ്ണുള്ള വള്ളി, തത്തച്ചെടിയുടെ വള്ളിയാണ്. അത് വണ്ണം വയ്ക്കും. അതിൻ്റെ തന്നെ 2 മോഡലുണ്ട്. ഒന്ന് തത്തയുടെ ഷേപ്പിൽ തൂങ്ങിക്കിടക്കുമ്പോൾ, ഒന്ന് മറ്റൊരു മോഡലാണ്. അതിവിടെ ഉണ്ട്. ഇത് നോക്കൂ, ഇതതിൻ്റെ മറ്റൊരു വകഭേദമാണ്. കണ്ടോ, ഇത് മറ്റൊരു വകഭേദമാണ്. മറ്റത് തത്തയുടെ ഷേപ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ടൈപ്പ് ആകുമ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് ഇത്. ഇതാ ബാക്കിലൊരു ബൗള് പോലെ കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നൊരു ഹോള് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊന്നും വീഴാതിരിക്കാൻ തല ഇങ്ങനെ മടങ്ങിക്കിടക്കും. ആദ്യം അതൊരു ബൗള് പോലെയാണ് വരിക. അത് ഇവിടെ കാണും, അത് വേറെ ടൈപ്പ്. ഇത് നീലുമ്മം, ഉമ്മം എന്ന് പറഞ്ഞ് കേട്ടല്ലോ, ഉമ്മം. ആ നീലയും വെള്ളയൊക്കെ ഉണ്ട്, അതിൻ്റെ പിങ്ക് കളറുകളൊക്കെയാണത്. ഇത് വൈൽഡ് ടൈപ്പാണ്. കാട്ടിലൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ടല്ലോ, റോഡിൻ്റെ സൈഡിലൊക്കെ, വനഭാഗത്തൊക്കെ കൂടെയൊക്കെ പോകുമ്പോൾ കാണുന്നത് അതാണത്. ഉമ്മത്തിൻ്റെ തന്നെ വേറെ ടൈപ്പാണത്. ഇതാ കൂണൊക്കെ നോക്കി, ചിത്രപ്പണികളോടുകൂടിയുള്ള കൂണുകളൊക്കെയാണ്. ഇതൊക്കെ ഈ കമ്പുകളും ഒക്കെ കിടന്ന് ഉണങ്ങുമ്പോഴേ, ചീയുമ്പോൾ, ദ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള കൂണുകളാണ് അതൊക്കെ. ഒരു ജൈവ വൈവിധ്യം നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. നിബേധി എന്ന് പറയുന്നത്, ഇത് തീപ്പൊള്ളലിന് വളരെ വിശേഷപ്പെട്ട സാധനമാണത്. എത്ര വലിയ തീപ്പൊള്ളൽ വന്നാലും ഇതിൻ്റെ ഇല ഇട്ട് കാച്ചി എണ്ണ എടുത്ത് വെച്ചാൽ ആ എണ്ണ കൊണ്ട് തലോടി കഴിഞ്ഞാൽ ആ പുള്ളിയ പാട് വരെ ഉണ്ടാവില്ല. അഗ്നിവേദി എന്ന് പറയും, അഗ്നിവേദി എന്ന് പറയും. ഇത് നാട്ടിൻപുറങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ വള്ളികളൊന്നും ആരും വളർത്താൻ താല്പര്യമില്ലാത്ത ആരുണ്ടൊക്കെ നശിക്കപ്പെട്ടു. അഗ്നിവേദി എന്ന് പറയുന്നത്. ഇത് ചിലന്തിപ്പന എന്ന് പറയുന്നത്, മുറികൂട്ടിയായിട്ട് ഉപയോഗിക്കാൻ വളരെ വിശേഷപ്പെട്ട സാധനമാണ്. ഇതിൻ്റെ ഒരു ഇല ഒടിച്ച് കഴിഞ്ഞ് ഇതിൽ നിന്നൊരു വെള്ളം വരും.
ആ വെള്ളം മുറിവായിൽ ഒഴിക്കുക. ഇലയുടെ തണ്ട് ഒടിച്ച് കഴിയുമ്പോൾ അതിന് നൂല് വരും. ആ നൂല് ഉപയോഗിച്ച് നമുക്ക് ഡ്രസ്സ് ചെയ്യുകയും ചെയ്യാം. മുറികൂട്ടി എന്ന് പറയും ഇതിന്. ഇത് ടാക്കായ് എന്ന് പറയുന്നൊരു ചെടിയാണത്. ടാക്കായ് എന്ന് പറയുന്നൊരു ആഫ്രിക്കൻ പ്ലാന്റാണ്. ഇതിനെ ബാറ്റ് പ്ലാന്റ് എന്ന് നമ്മുടെ നാട്ടിൽ പറയും. ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, വാവലിനെ പോലെ കിടക്കണുണ്ടോ, അതുകൊണ്ട് ഇതിനെ വാവൽ ചെടി എന്നും പറയും, ബാറ്റ് പ്ലാന്റ് എന്ന് പറയും. ഇതൊരു ആഫ്രിക്കൻ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയുടെ നീര് മനുഷ്യൻ്റെ ഉറക്കം കെടുത്തുമെന്ന് പറയാം. ഉറങ്ങില്ല മനുഷ്യൻ. അങ്ങനൊരു ചെറിയൊരു അപകടം ഇതിനുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ചെങ്ങലം നമുക്കറിയാം, ഒരു മുഖം, രണ്ട് മുഖം, മൂന്ന് മുഖം. സാധാരണ ചെങ്ങലം 4 മുഖമാണ്. ഇതതിൻ്റെ ഫാൻസി ടൈപ്പ് ചെങ്ങലം 4 മുഖമുള്ള ടൈപ്പ്. ഇത് ഉരുണ്ട് വരണ്ടയുടെ വേറൊരു മോഡൽ. ഇതൊക്കെ ചെങ്ങലം ഇത് പെട്ടത് തന്നെയാണത്, ചെങ്ങലം വരണ്ട. ഇത് വിഷപ്പച്ച എന്ന് പറയുന്നൊരു ചെടിയാണ്. വിഷപ്പച്ച വിഷചികിത്സയിൽ ഉപയോഗിക്കുന്നത്. ചെറിയ തേള്, പലതാര, ഇതൊക്കെ വിടുക. ഇത് ഒരു അനേകം ടൈപ്പ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ഇത് വിഷപ്പച്ച. ഇത് ചെങ്ങലം വരണ്ടയുടെ ഉരുണ്ട് വരണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചെങ്ങലം വരണ്ട ഒരു മോഡൽ. അതിൻ്റെ ഉരുണ്ട് വരണ്ട എന്ന് പറയുന്നത് തന്നെ. ഇതിന് വശങ്ങളില്ല, ഉരുണ്ടിരിക്കും. ഇത് 3 മുഖമുള്ള ചെങ്ങലം വരണ്ടത്. അനേകം മുഖങ്ങൾ പറയുന്നത്. ഇത് കായമാണ്, കർപ്പൂരമരമാണ്. കായല്ല, കർപ്പൂരമരം. ഇത് കർപ്പൂരമരമാണ്. ഇതിൻ്റെ തണ്ടും ഇലയുമൊക്കെ കൂടിയിട്ട് വാറ്റി, ഇഞ്ചിപ്പുല്ല് വരണം, വാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കർപ്പൂരം കിട്ടും. അത് പച്ചക്കർപ്പൂരം, കർപ്പൂരമരമാണ്. ഇത് നമ്മുടെ പണ്ടത്തെ പൂച്ചവാലൻ്റെ തന്നെ പച്ച പൂച്ചവാലൻ. ഇത് കായാമ്പൂവാണ്. കായാമ്പൂവാണത്. കായാമ്പൂവാണ്. ഇതിൻ്റെ ഫ്ലവറിങ് ദൈവമുണ്ട്. അതന്നെ കായാമ്പൂ എന്ന് പറഞ്ഞുള്ള പാട്ട്. ഇതാ ഇതിൻ്റെ ഫ്ലവറിങ് ആണത്. ഇതിപ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞു തുടങ്ങി. കണ്ടോ, വയലറ്റ് നല്ല സ്പാർക്ക് പോലെ ഇരിക്കുന്ന ഫ്ലവറാണ് ഇത്. ഫ്ലവറിങ് കഴിഞ്ഞ് സീഡുകളൊക്കെ ആയി തുടങ്ങി. സീഡുകൾ ഇവിടെ ഉണ്ട്. കണ്ടോ, സീഡുകളൊക്കെ ആയി തുടങ്ങി. ഇത് അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സമയത്ത് DFOനെ വെച്ച് നമ്മളിത് നടിയിച്ചൊരു ചെടിയാണിത്. ചെന്തൂരി എന്ന് പറയുന്നൊരു ചെടിയാണിത്. ട്രൈബൽ മെഡിസിനാണ് ഇത്. ചെന്തൂരി എന്ന് പറയും. ഇതിൻ്റെ ഇലയുടെ മുൻഭാഗം പച്ചയും അടിഭാഗം ചുവപ്പുമാണ്. ചെന്തൂരി എന്ന് പറയും. ഇതിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് ഗാർഡൻ പ്ലാന്റ് വരുന്നുണ്ട്. ഇത് ഇതതിൻ്റെ മദർ പ്ലാന്റ് ആണ് ചെന്തൂരി. ഇത് അർബുദനാശിനി എന്ന് പറയും. അത് അതിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞു. ഇതിൻ്റെ ഇലക്ക് വീണ്ടും കിളിർത്തുകൊണ്ടിരിക്കുകയാണ്. അർബുദനാശിനി അല്ല, അത് അതിൻ്റെ കളർ ചേഞ്ചാണ്, കൂമ്പിൻ്റെ വ്യത്യാസം. ഒരു ഇതിന് തന്നെ 2 ഇതും കൂടി വരുന്നുണ്ട്. മൂവിലയുടെ ഒരു സാമ്പിളായിട്ട് വരും അത്. കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതുമാതിരി ഇങ്ങനെ കൊല പോലെ അതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാവുകയും ചെയ്യും. നീലക്കടമ്പാണ്. കടമ്പ് 3 ടൈപ്പുണ്ട്. നീലയുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്. 3 കടമ്പുകളുണ്ട്. അതിൽ നീലക്കടമ്പാണത്. അത് പൂവുണ്ടാവും. അത് ആയിട്ടില്ല. ഇത് ശിംശിബ, ഈ അശോകത്തിൻ്റെ ഒരു 3 ടൈപ്പ് വരുന്നുണ്ട്. അശോകം വരുന്നുണ്ട്, മറ്റേ ശിംശിബ വരുന്നുണ്ട്, പിന്നെ വേറൊരെണ്ണം കൂടി ഉണ്ട്. അങ്ങനെ 3 ടൈപ്പാണ്. ഇത് അമൽപ്പൊരി, സർപ്പഗന്ധി അമൽപ്പൊരി എന്നൊക്കെ പറയുന്ന ചെടിയാണത്. ക്യാൻസറിന് അതുപോലെ BPക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അമൽപ്പൊരി അല്ലെങ്കിൽ സർപ്പഗന്ധി എന്ന് പറയുന്നത്. അതെ മഷിത്തണ്ടാണിത്. മഷിത്തണ്ട് നല്ലൊരു മെഡിസിൻ വാല്യൂ ഉള്ള സാധനമാണ്. വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക്, ജലദോഷത്തിനൊക്കെ ഇത് തോരൻ വെച്ചൊക്കെ കഴിക്കാം. നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സാധനമാണത്. നമുക്കതിന് വാല്യൂ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. മഷിത്തണ്ട് വളരെ വിശേഷപ്പെട്ട. ഇത് വെറ്റിലയുടെ തന്നെ വെരിഗേറ്റഡ് ആണ്. വെറ്റിലയുടെ മറ്റൊരു രൂപമാണിത്. വെരിഗേറ്റഡ് ആണ്. എൻ്റെ ഇലകളുടെ ഡിസൈനൊക്കെ കണ്ടോ. ഇല്ല വെറ്റില പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. എല്ലാം ഉണ്ട്. ഇതൊരു ഇതാണ് മറ്റേ എന്താ പറയുക,
ഒരു കൂവ പോലെയുള്ളത്, കൂവ തന്നെ. ഇതിൻ്റെ ഷാമ്പൂ ആയിട്ടൊക്കെ ഉപയോഗിക്കാം, ഇതിൻ്റെ പൂവ് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നത്. ഇത് മറ്റേ പനിക്കൂർക്കയുടെ തന്നെ വെരിഗേറ്റഡാണ്, പനിക്കൂർക്കയുടെ വെരിഗേറ്റഡാണ് ഈ സാധനം. അതെ തന്നെ, അതിൻ്റെ മറ്റൊരു ടൈപ്പാണ്, വെരിഗേറ്റഡാണ്. ഇത് ബോധിവൃക്ഷമാണത്, ബുദ്ധൻ തപസ്സിരുന്ന ബോധിവൃക്ഷമാണിത്. ബോധിവൃക്ഷ ചുവട്ടിലാണ് ബുദ്ധൻ തപസ്സിരുന്നതെന്നാണ് പറയുന്നത്. അതാണ് ബുദ്ധൻ താഴെ ഇരിക്കുന്നുണ്ട്. ബോധിവൃക്ഷമാണത്. ആലുകൾ തന്നെ അനേകം ടൈപ്പ് ആലുകളുണ്ട്, അതിലൊരു ടൈപ്പാണ് ഈ ബോധിവൃക്ഷം. ഇത് വാട്ടർ ബാമ്പു എന്ന് പറയും, വെള്ളത്തിൽ കാണുന്ന മുള, വാട്ടർ ബാമ്പു എന്ന് പറയുന്നത്. ഇത് അത്തിയാണിത്, അത്തിമരം. ഇതിനെ ശീമത്തി എന്ന് പറയും. ഇതിൻ്റെ പഴം നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ തൊലി ചെത്തി കഴിഞ്ഞ് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വറുത്തരച്ചോ തീയലൊക്കെ ഉണ്ടാക്കാം, ബജ്ജി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യും. നാടൻ അത്തിയല്ല, ഇത് ശീമത്തി എന്ന് പറയും. ഇത് തിപ്പലിയാണ്. തിപ്പലിയുടെ അനേകം ടൈപ്പുകളുണ്ട്. ചെറുതിപ്പിലി, വൻതിപ്പിലി, ബ്രസീലിയൻ തിപ്പിലി, അസ്ഥി തിപ്പിലി, നീർത്തിപ്പിലി, അങ്ങനെ തിപ്പിലി അനേകം ടൈപ്പുണ്ട്. അതിലൊരു ടൈപ്പാണിത് മരത്തിപ്പിലി എന്ന് പറയും. ഇതിങ്ങനെ പൊന്തിയേ നിൽക്കുകയുള്ളൂ, വ്യത്യസ്തമായിട്ടുള്ള സാധനം. അത് ചുമരുമ കാണുന്നതാണ് കാട്ടുതിപ്പിലി. വളർന്ന് കായുണ്ടായിരുന്ന കാട്ടുതിപ്പിലി. ഇത് ആലുകൾ വ്യത്യസ്തമായിട്ടുള്ള ആലാണത്. ഇത് കല്ലാലെന്ന് പറയും. പാറയമ പറ്റി പിടിച്ച് വളരുന്ന ആലാണിത്, കല്ലാല്. ഇതിൻ്റെ ഇലയ്ക്ക് വ്യത്യസ്തമാണ്. ഇതുമേ കാണുന്ന ഒരു ഫ്രൂട്ടാണ്. പണ്ട് കാലത്ത് നമ്മൾ കുട്ടികളൊക്കെ ഉപയോഗിച്ച് തരുന്ന ഒരു പഴമാണിത്. അതിൻ്റെ പഴുത്ത കായൊക്കെ ഇതുമേയുണ്ട്, കണ്ടോ, പഴുത്ത കായുണ്ട്. നല്ലൊരു ഫ്രൂട്ടാണത്, ടേസ്റ്റിയാണ്. ഇത് ഐമോദക തുളസി എന്ന് പറയും. ഐമോദകത്തിൻ്റെ ടേസ്റ്റുള്ള ഒരു ജാതി തുളസിയാണത്. ഐമോദകത്തിനെ പോലെ തന്നെയാണ്, ടേസ്റ്റ് ഉണ്ട്. ഇത് സോമലതയാണ്, സോമലത. ചെറിയ സോമലതയും വലിയ സോമലതയും രണ്ട് ടൈപ്പ് ഉണ്ട്. വലിയ സോമലതയ്ക്ക് വണ്ണം കൂടും, കണ്ടോ, വണ്ണം കൂടുതലാണ്. ചെറിയ സോമലത വണ്ണം കുറവാണ്. രണ്ട് ടൈപ്പ് സോമലതയാണിത്. ഈ ചെറിയ സോമലതയേക്കാളും അപകടകാരിയാണ് വലിയ സോമലത. വലിയ സോമലതയുടെ നീര് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അഗ്നിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയാം. നമ്മൾ ഏമ്പൊക്കെ ഇടുമ്പോഴൊക്കെ പുക തന്നെ വരികയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഈ വലിയ സോമലതയ്ക്കുണ്ട്. ഇത് ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ചെറിയ സോമലതയാണ്. ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ചെടിയാണത്. ഇതിൻ്റെ പഴുത്ത കായ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നാവിൻ്റെ ടേസ്റ്റ് മാറും. അതായത് പുളിയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല മധുരമായിരിക്കും അത്. ഇത് മഞ്ഞക്കാന്തം എന്ന് പറയുന്നൊരു ചെടിയാണ്. മഞ്ഞക്കാന്തം, മഞ്ഞപ്പിത്തത്തിന് ഇതിൻ്റെ വേര് ഉപയോഗിക്കും. ഇതിൻ്റെ വേര് മഞ്ഞൾ പോലെ നല്ല മഞ്ഞ കളറായിരിക്കും. മഞ്ഞക്കാന്തം. ഇത് രംബ എന്ന് പറയുന്ന ചെടിയാണ്, കൈതയല്ല, രംബ എന്ന് പറയുന്ന ചെടിയാണത്. കൈത പോലെ ഇരിക്കുന്ന ഈ ചെടി രംബ. ഇതിന് മണമില്ല, പക്ഷേ ഇത് പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. ബിരിയാണിയിലൊക്കെ ഇട്ട് കഴിഞ്ഞ് പുഴുങ്ങി കഴിഞ്ഞാൽ ബിരിയാണിക്ക് എസൻസ് ചേർക്കണ്ട, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഡൈജഷന് വളരെ വിശേഷമാണിത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡൈജഷനൊക്കെ വളരെ ഗുണമായിട്ടുള്ള സാധനമാണ് രംബ. ഇത് അത്തിയുടെ തന്നെ വെരിഗേറ്റഡ് ടൈപ്പ് അത്തിയാണിത്. ഇലയുടെ വ്യത്യാസം കണ്ടോ, അത്തിയുടെ വെരിഗേറ്റഡ് ആണത്. ഇത് വെൽവെറ്റ് ആപ്പിൾ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണത്. ഇല്ല, അത് മെപ്പായിട്ടില്ല.
അത് മുള്ളാത്ത മുള്ളഞ്ചക്ക എന്ന് പറഞ്ഞാണ്. അതിന് പഴം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പഴം തീർന്നു പോകും. ആ ഉണ്ട്, ചെറുതുണ്ട് അടിയിൽ, വലുതുണ്ടായിട്ട് കഴിഞ്ഞു അത്. പിന്നെ കൂണുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കൂണുകളൊക്കെ വളരുന്നുണ്ട്. ചെപ്പ് ചോറൊക്കെ കിടക്കണവരുണ്ട്. പല ടൈപ്പ് കൂണുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ബറാബർ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഫ്രൂട്ട് കഴിഞ്ഞു, കുറച്ച് കായുണ്ടായിരുന്നു, സീസൺ കഴിഞ്ഞു. ഇനി നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കുക. പത്ത് 40 വർഷമായിട്ട് കൊത്തും കളയൊന്നുമില്ലാതെ തികച്ചും പ്രകൃതിക്ക് വേണ്ടി വിട്ടുകൊടുത്തൊരു കാടാണ്. ഇവിടെ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. എല്ലാ ജീവജാലങ്ങളും ഇതിനകത്തുണ്ടാവും. നാഗവള്ളിയാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ്. നാഗവള്ളി അങ്ങനെയാണ്. വളരുമ്പോൾ മുതൽ അങ്ങനെയായിരിക്കും. വളരുമ്പോൾ മുതൽ ഇങ്ങനെയായിരിക്കും ഈ സാധനം. ആദ്യം പാമ്പിനെ പോലെ വളഞ്ഞു പോകും. ഇതേപോലെ വളഞ്ഞു പോകും. അതിന് ശേഷം ഈ 2 റിബ് മാത്രം സ്ട്രെയിറ്റ് വരും. അപ്പോൾ ചെങ്ങല പോലെയാവും. ഇത് നോക്കൂ, ഇതിൻ്റെ 2 വശവും സ്ട്രെയിറ്റ് ആവും. അപ്പോൾ ഇത് ചെങ്ങല പോലെ പോകും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. നാഗവള്ളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇലകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഇല കണ്ടോ, പാമ്പിൻ്റെ നാവ് പോലെ 2ആയി പിളർന്നിരിക്കുകയാണ്. ഒരിലയ്ക്ക് 2 ഇത് വരുന്നത്, ടിപ്പ് വരുന്നത് അപൂർവമാണ്. ഈ നാഗവള്ളിക്കാണ് ഈ പ്രത്യേകതയുള്ളത്. ഇത് 2ഉം 2ആയിട്ട് തിരിഞ്ഞു 2 ടിപ്പ് പാമ്പിൻ്റെ നാവ് പോലെ വരും. ഇത് മൂപ്പെത്തി കഴിയുമ്പോൾ ഇത് 2ഉം കൂടി ചേർന്ന് ഒന്നാവുകയും ചെയ്യും, റൗണ്ട് ആവുകയും ചെയ്യും. അതിൻ്റെയാണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന വേരുകൾ. മുകളിൽ കാണുന്ന വള്ളികളെല്ലാം നാഗവള്ളിയാണ് കൂടുതലും. ഇത് ചക്രക്കൊല്ലി എന്ന് പറയുന്നൊരു ചെടിയാണ്. അതിൻ്റെ വള്ളിയാണ് ഈ കയറിപ്പോകുന്നത്. ചക്രക്കൊല്ലി, ചക്രക്കൊല്ലിയുടെ ഇലയാണ് ഈ കാണുന്നത്, ചെറിയ ഇല. അത് കടമ്പാണത്, ആ വലിയ വൃക്ഷം കടമ്പാണത്. വെള്ളക്കടമ്പ് എന്ന് പറയുന്ന വൃക്ഷമാണത്. അതായത് പണ്ട് കൃഷ്ണൻ ഊഞ്ഞാലാടി കളിച്ചിരുന്നതും ഗോപസ്ത്രീകളുടെ വസ്ത്രം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതൊക്കെ ഈ കടമ്പിൻ്റെ മുകളിലാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കടമ്പ് വൃക്ഷമാണ്. അതുമ്പോൾ മുഴുവൻ നാഗവള്ളി കയറി കിടക്കാണ് മുഴുവൻ. കടമ്പ് എന്ന് പറയുന്ന വൃക്ഷമാണത്. 4 വൃക്ഷങ്ങളിലൊന്നാണ് കടമ്പ്. ഇത് ഇത്തി പേരാല് അറിയാൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, 4 പാമരങ്ങളിലൊന്നാണ് ഇത്തി. അതിൽ ഇത്തിയാണത്. ഇത് വയ്യങ്കത എന്ന് പറയുന്നൊരു സസ്യമാണ്. വയ്യങ്കത നക്ഷത്രവൃക്ഷങ്ങളിൽപ്പെട്ടതാണ് വയ്യങ്കത. ഇതിൻ്റെ മുള്ള് ഭയങ്കര ഷാർപ്പാണ്. ആദ്യകാലങ്ങളിൽ കാത് കുത്താൻ ഉപയോഗിച്ചിരുന്നത് വയ്യങ്കതയുടെ മുള്ളാണ് ഉപയോഗിക്കുക. കാത് കുത്താനായിട്ട് ഉപയോഗിച്ചത് വയ്യങ്കതയുടെ മുള്ളാണ്. ഇതൊരു ചമതയാണ്. ചമത എന്ന് പറയുന്ന യാഗത്തിന് ഉപയോഗിക്കുന്ന 1 ചാൺ നീളത്തിലുള്ള കഷ്ണത്തിനെയാണ് ചമത എന്ന് പറയുക. കൂടുതലായിട്ടും പ്ലാശ് എടുക്കുന്നതുകൊണ്ട് പ്ലാശിനെ ചമത എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ചമത എന്ന് പറയുന്നത് 1 ചാൺ നീളത്തിലുള്ള ഈ സ്റ്റമ്പിനെയാണ് ചമത എന്ന് പറയുക. അത് പ്ലാശ് ഉപയോഗിക്കുമ്പോൾ പ്ലാശ് ചമത, വന്നി ഉപയോഗിക്കുമ്പോൾ വന്നി, ഇത് വയ്യങ്കത ഉപയോഗിക്കുമ്പോൾ വയ്യങ്കത ചമത. ഇതൊക്കെ യാഗത്തിന് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഈ ചമത എന്നുള്ള പേര്. ഇങ്ങനെ 1 ചാൺ നീളത്തിലുള്ള ഒരു കഷ്ണത്തിനെയാണ് ചമത എന്ന് പറയുന്നത്. ഇത് ചിലന്തി എന്ന് പറയുന്ന ഒരു വള്ളിച്ചെടിയാണ്. ചിലന്തിയുടെ പ്രത്യേകത കുട്ടികൾക്ക് കരപ്പൻ ഉപയോഗിച്ചിരുന്നതാണ്. ചിലന്തി കാലിൻ്റെ കരപ്പൻ എന്ന് പറയുന്ന അസുഖത്തിന് അത് അരച്ചിട്ടാൽ വളരെ വിശേഷമാണ് അതിൻ്റെ തൊലി. അതിനെ ചിലന്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ചതുരമുല്ലയാണ്. വളരെ വിശേഷപ്പെട്ടൊരു ചെടിയാണ്. വെസ്റ്റേൺ ഗഡ്സിലൊക്കെ, അതായത് മറ്റേ പശ്ചിമഘട്ടത്തിലൊക്കെ കാണുന്നൊരു ചെടിയാണ് ഇത് ചതുരമുല്ല. അതിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞു. അതിൻ്റെ തണ്ട് ഉണങ്ങി കണ്ടോ, ഫ്ലവറിങ് ഉണ്ടായിരുന്നു, ഫ്ലവറിങ് കഴിഞ്ഞു.
ചതുരമുല്ലിയാണ്. ഇതും ചെങ്ങലമ്പരൻ്റെ പോലെ തന്നെ 4 മുഖങ്ങളോടുകൂടിയ തണ്ടുകളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത്. ധാരാളം ഔഷധ യോഗങ്ങളിൽ ചില ഈ ചതുരമുല്ല ഉപയോഗിക്കുന്നു. ഇത് നാഗപ്പൂമരം എന്ന് പറയും ഈ ചെടിയെ. നക്ഷത്രവൃക്ഷത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഇലയുടെ അടിഭാഗം ചാരം പൂശിയ കളറ് പോലെയായിരിക്കും. അതാണ് നാഗപ്പൂമരം എന്ന് പറയുന്ന ചെടി. നാഗമരം വേറെ, നാഗപ്പൂമരം വേറെ. നാഗമരത്തിനാണ് ഫുട്ബോൾ പോലെ ചക്ക ഉണ്ടാവുന്നത് കൊണ്ടല്ലേ, സർപ്പത്തിൻ്റെ പോലെയുള്ള ഫ്ലവറൊക്കെ ആയിട്ട്. അതാണ് നാഗമരം. ഇത് നാഗപ്പൂമരം. അത് രുദ്രാക്ഷമരമാണത്. ആ വണ്ണത്തിലുള്ള രുദ്രാക്ഷമരമാണത്. രുദ്രാക്ഷ സമാനമായ ഏകദേശം 350 തരം വൃക്ഷങ്ങൾ ഭാരതത്തിലുണ്ടെന്ന് പറയണേ. കായ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. 350ഓളം തരം വൃക്ഷങ്ങൾ രുദ്രാക്ഷത്തിൻ്റെ പോലെ കായ്കളുണ്ട്. ഇത് പശ്ചിമഘട്ടത്തിലെ അപൂർവമായിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ് വയ്യങ്കത എന്ന് പറയും. അല്ല, വയ്യങ്കത അല്ല, പുത്രഞ്ജീവ എന്ന് പറയും. പുത്രഞ്ജീവ പശ്ചിമഘട്ടത്തിലെ അപൂർവം സസ്യങ്ങളിലൊന്നാണ്. സൽപുത്ര ലബ്ധിക്ക് വേണ്ടി വനവാസികൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണത്. പുത്രഞ്ജീവ എന്ന് പറയുന്നത്. അതാണത്. പാഴ്മരമാണെന്ന് പറയുന്നത്. ഇത് തേറ്റാമ്പരൽ എന്ന് പറയുന്നൊരു വൃക്ഷമാണ്. തേറ്റാമ്പരൽ കണ്ടാൽ കാഞ്ഞിരം പോലെ തോന്നും. തേറ്റാമ്പരൻ്റെ കായ കഷായങ്ങൾ ശുദ്ധിയാക്കുന്നതിനും കണ്ണിൻ്റെ അസുഖങ്ങളിലും പ്രമേഹത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് തേറ്റാമ്പരൽ. സൂക്ഷിച്ചു വന്നോളൂ കേട്ടോ. നമ്മളിതിൽ പ്രോപ്പറായിട്ടൊരു വഴിയോ ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. നമ്മൾ പോകുന്ന വഴിയേ നമ്മൾ പോകുന്നു. എല്ലാ ജീവജാലങ്ങളും അതിന് ഉള്ളിൽ സ്വസ്ഥമായിരിക്കും. സ്വാഭാവിക അവസ്ഥ കളയാതിരിക്കാനാണ് വഴി നിശ്ചയിക്കാത്തത്. കണ്ട, നാഗവള്ളിയൊക്കെ നാഗങ്ങളെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ. ഇത് സോമരായം എന്ന് പറഞ്ഞൊരു വൃക്ഷമാണ്. സോമരായം, ഇതാ ഇതിൻ്റെ ഇല. ഇത് പണ്ട് കൃഷിക്കാർ പണി കഴിഞ്ഞ് വരുമ്പോൾ പാടത്തിൻ്റെ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഇലകൾ ഒടിച്ചു കൊണ്ടുവരും. ഇതിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ മേൽവേദന, നീർക്കെട്ടൊക്കെ മാറും. സോമരായം എന്ന് പറയും. നാട്ടിൻപുറത്ത് തോമരായം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഏകനായകമാണ്. ഏകനായകത്തിൻ്റെ വേര് ഡയബറ്റിക്കിനൊക്കെ ഉപയോഗിക്കുന്നു. ഏകനായകം. അത് ഇരുമ്പമ്പുളി. കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. പക്ഷേ അമിതമായ ഉപയോഗം എല്ലാം നമുക്ക് ദോഷമാണ്. ഒറ്റമൂലി പ്രയോഗങ്ങൾ തികച്ചും അപകടകാരികളാണ്. ഒരു ഗുരുമുഖത്തുനിന്ന് അഭ്യസിക്കേണ്ടതാണ് ഒറ്റമൂലി പ്രയോഗങ്ങൾ. ഇല്ലെങ്കിൽ അപകടം വിളിച്ചു വരുത്തും. അല്പം എന്ന് പറയുന്നൊരു ചെടി ഉണ്ടായിരുന്നു. അതിന് വരണം. അത് ഈ വേനൽക്ക് ഉണങ്ങിപ്പോയതാണ്. ഇത് നാഗദന്തി എന്ന് പറയുന്ന ചെടിയാണ്. നാഗദന്തി വിഷചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് നാഗദന്തി. ഇത് ഇലിപ്പ, നക്ഷത്രവൃക്ഷത്തിൽപ്പെട്ടതാണ് ഇലിപ്പ. രേവതി നാളിൻ്റെ വൃക്ഷമാണ് ഇലിപ്പപ്പഴം. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് താന്നിമരമാണ്. ആ ബ്രൗൺ കളറുള്ള താന്നിമരമാണ്. ഇത് കാട്ടുനാരകം എന്ന് പറയുന്ന സാധനമാണ്. കാട്ടുനാരകം ഇതിനെയാണ് ഇപ്പോൾ മഹാവില്ലം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് കൂവളത്തിൻ്റെ പോലെ തന്നെ ഇലയാണ്. 3 തട്ടുകളുണ്ട്. മഹാവില്ലം എന്ന് പറയും. മഹാവില്ലം എന്ന് പറയുന്നത് ഇടക്കാലം വെച്ച് വന്ന പേരാണ്. ശരിക്കും കാട്ടുനാരകമാണ്. ശരിക്കും മഹാവില്ലത്തിൻ്റെ പേര് കാട്ടുനാരകം എന്നാണ്. 3 തട്ടുള്ളത്. മഹാവില്ലം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് പെരുങ്കുരുമ്പ എന്ന് പറയുന്നൊരു വള്ളിച്ചെടിയാണ്. സ്കിൻ ഡിസീസിനും ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പെരുങ്കുരുമ്പ.
നല്ല പാലപ്പൂ പോലെ വലിയ പുഷ്പം ഉണ്ടാകുന്നു. വള്ളിച്ചെടിയാണിത്. ഇത് അങ്കോലം എന്ന് പറയുന്നൊരു വൃക്ഷമാണ്. പേപ്പട്ടി വിഷത്തിന് ഉപയോഗിക്കുന്നതാണ് ആ മരം. വള്ളിയല്ല, വള്ളി പെരുങ്കുരുമ്പയാണ് കയറിപ്പോയിരുന്നത്. അത് സോപ്പങ്കായ് മരം അല്ലെങ്കിൽ ഉറിഞ്ചി മരം എന്നൊക്കെ പറയും. സോപ്പങ്കായ് മരം എന്നൊക്കെ പറയും ആ നിൽക്കുന്ന ആ മരം. അത് പണ്ട് തട്ടാന്മാർ സ്വർണം വെളുപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഉറിഞ്ചി മരമാണ്. ഇത് യശങ്ക് എന്ന് പറയുന്നതാണ്. തമിഴ്നാട്ടിലുള്ള ഒരു ചെടിയാണിത്. നിറയെ മുള്ളുകളുള്ളതാണ്. ഔഷധ ഗുണങ്ങളാണ്, എനർജറ്റിക്കാണ് സാധനം. അത് അതിൻ്റെ ഇല ഒക്കെ തോരൻ വെച്ച് കഴിച്ചാൽ നല്ലതാണ്. പ്രസവരക്ഷയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ചൂരലാണ് ഈ മരം, ഈ വള്ളി. ഇത് വടിച്ചൂരലാണ്. വടിച്ചൂരിലും വള്ളിച്ചൂരിലും 2 ടൈപ്പ് ചൂരലുണ്ട്. ഇത് വടിച്ചൂരിലാണ്. അതിൻ്റെ നിറച്ച് മുള്ള, അത് ഈ കാണുന്നതൊക്കെ നിറച്ച് മുള്ളുകളാണ്. നിറച്ച് മുള്ള. അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് വേണം ചൂരലെടുക്കാനായിട്ട്. അങ്ങനെയാണ് ചൂരലെടുക്കുക. ഈ വള്ളിയും പിടിക്കേണ്ട, ഇതതിൻ്റെ വള്ളിയാണ്. ഇത് ചൂണ്ടക്കുളത്ത് പോലെയാണ് ഇതിൻ്റെ വള്ളി വരിക. ഒരു സൈഡിലേക്ക് കുഴപ്പമില്ല, ഒരു സൈഡിലേക്ക് ഷാർപ്പും ഉള്ളതാണ്. ഇതൊക്കെ ചൂരലാണ്. ഇത് ആവൽ എന്ന് പറയുന്നൊരു വൃക്ഷമാണ്. ആവൽ എവർഗ്രീനാണ്. ഇതും ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ആവൽ എന്ന് പറയുന്ന വൃക്ഷം. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ മാറ്റം വരുന്നത്. മനുഷ്യൻ്റെ ഇടപെടലുകളാണ് പ്രകൃതിയിലെ ദോഷങ്ങൾ മുഴുവൻ കാരണം. എല്ലാ ജീവജാലങ്ങൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് വിപരീതമായിട്ട് ചെയ്യുമ്പോഴാണ് എല്ലാം അപകടമായിട്ട് വരുന്നത്. ഇതുണ്ടോ, ഭാരതത്തിൽ ഏകദേശം ഒരു 80ഓളം തരം മുളകളുണ്ട്. അനേകം ടൈപ്പ് മുളകളുണ്ട്. അതിലൊരു വിശേഷപ്പെട്ട മുളയാണ് ഇത്, വള്ളിമുള എന്ന് പറയും. ഈ മുള കണ്ടോ, വള്ളിയായിട്ടാണ് പോണത്. കണ്ടോ, വള്ളിയായിട്ടാണ് പോണത്. പിന്നെ വള്ളിമുള എന്ന് പറയും. വളരെ വിശേഷപ്പെട്ട ഒരു ജാതി മുളയാണ്. പിന്നെ മറ്റനേകം മുളകൾ വേറെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ആ മുളകളുടെയൊക്കെ ആ മുട്ടുകളുടെ അകലം നോക്കൂ. മുള്ളില്ലാത്തൊരു ജാതി മുളയാണത്. അങ്ങനെ അനേകം ടൈപ്പ് മുളകളാണ് അതിൽ വരുന്നത്. ഇത് കുന്തിരിക്ക മരമാണ്. കറുത്ത കുന്തിരിക്ക. ഇത് ഉങ്ങ്, പീഞ്ഞാറി എന്ന് പറയുന്ന മരമാണ്. വാദം ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഉങ്ങ് അല്ലെങ്കിൽ പീഞ്ഞാറി എന്ന് പറയുന്നത്. മരങ്ങളൊക്കെ അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിൽ കടപുഴകി വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കും, ഒക്കെ ദഹിച്ച് പോകും. ഒരു ചെടി വളരുമ്പോൾ മുതൽ ദഹിച്ച് മണ്ണോട് ചേരുന്നത് വരെ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾക്ക് അത് അഭയമേകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഇതിലൊക്കെ ധാരാളം പ്രാണികൾ, ജീവികളൊക്കെ വസിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള സാധ്യതയുള്ളതാണത്. ഒരു ചെടിയെ വെറുതെ വെട്ടി നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്കും വരും തലമുറകൾക്കും അതൊരു ശാപമായിട്ട് മാറും. ഇതൊരു മുള വച്ചതാണ്, കല്ലമുള എന്നത്. അതൊക്കെ ഭയങ്കര മുളകളുടെ തന്നെ വ്യത്യസ്തം എന്നൊരു ഇതുണ്ട്. ഇത് വെള്ളകിലാണ്. വെള്ളകിൽ, അകിൽ 2 ടൈപ്പ് ഉണ്ട്, വെള്ളകിലും ചുവന്നകിലും. ഈ വെള്ളകിലിൻ്റെ പ്രത്യേകത, ഇത് ചന്ദനത്തിന് ഈക്വലൻ്റാണ് ഇതിൻ്റെ കാതൽ. ഇതിൻ്റെ കാതലിൻ്റെ മണവും ചന്ദനവും ഒരേ മണമാണ്. അതുകൊണ്ട് ഇതിനെ ചന്ദനമെന്ന് പറഞ്ഞ രീതിയിൽ നമ്മളെ പറ്റിക്കാനും വിരോധമില്ല. ഇത് ഒരു പാഴ്മരമാണ്. ഇത് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഒപ്പം കുറച്ച് മെഡിസിൻ വാല്യൂ ഉണ്ട്.
ഇതിനാണ് വെള്ളകില എന്ന് പറയുക. ഇതാണ് മലവേപ്പ്. ഇതാണ് മലവേപ്പ്. രണ്ടാൾ മേലെ വണ്ണം വെച്ച വൃക്ഷമാണ്. പെട്ടെന്ന് വളർച്ചകളാണ്. ഒരു 20-25 വർഷക്കാല പഴക്കമുള്ളൂ. പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നൊരു മരമാണ് മലവേപ്പ്. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു മരം കൂടിയാണ് മലവേപ്പ്. ഇത് ഗുഗ്ഗുലുവാണ്. ഈ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗുഗ്ഗുലു. ഇത് തമ്പകമാണ് മരം. തമ്പകം ഫർണിച്ചറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരമാണ് തമ്പകം. ഇത് ദശമൂലങ്ങളിൽപ്പെട്ട പാതിരിയാണ്. പാതിരി ദശമൂലങ്ങളെ കുമിഴ്, കൂവളം, പാതിരി, പലക, പയ്യാനി, മൂഞ്ഞ, ഊരില, മൂല, ചെറുള, ചെറുവഴുതന, ഞെരിഞ്ഞൽ 5 വൃക്ഷങ്ങളും 5 സസ്യങ്ങളും ചേർന്ന അതിൻ്റെ വേരുകളാണ് ദശമൂലാരിഷ്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് ദന്തപ്പാല. സ്കിൻ ഡിസീസുകളും സോറിയാസിസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഇല ഒരു പിടി ഇല എടുത്തിട്ട് ശുദ്ധമായ എണ്ണയിലിട്ട് വെയിൽ കൊള്ളിച്ചെടുക്കുന്ന എണ്ണ സോറിയാസിസിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചലിന് മറ്റേ സ്കിൻ ഡിസീസുകൾക്കൊക്കെ ഉപയോഗിക്കുന്നു. ഇതുമൊക്കെ ഇരിക്കുന്ന വള്ളിയാണ് ഓടവള്ളി. ഈ തേക്കുമൊക്കെ ഇരിക്കുന്നത് ഓടവള്ളി. അത് മുള്ളുവേങ്ങ എന്ന് പറയും, ചോരവേങ്ങ എന്നൊക്കെ പറയും അതിനെ. ഇത് എണ്ണപ്പനയാണ്. പാം ഓയിൽ എടുക്കുന്നത്. പാം ഓയിൽ ട്രീ ആണത്. എണ്ണപ്പന. ഇത് മൂട്ടിപ്പഴം എന്ന് പറഞ്ഞ പഴമാണ്. മൂട്ടിപ്പഴമാണത്. കരടിക്കൊക്കെ കാട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പഴമാണ്. ഇതിൻ്റെ അടി മുതൽ നിറച്ച് കായ്കളുണ്ടാവും. ഇതിൻ്റെ അപ്പുറത്തേക്കുന്നത് അണലിവേഗം എന്ന് പറയുന്ന മരമാണ്. പാമ്പ് വരില്ല അണലിവേഗം ഉണ്ടെങ്കിൽ എന്ന് പറയും. ഇത് സമുദ്രപ്പച്ച എന്ന് പറയുന്നൊരു വള്ളിയാണത്. സമുദ്രപ്പച്ച. ഇത് ഇൻസുലിൻ പ്ലാന്റ് ആണത്. ചണ്ണക്കൂവ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൻപുറത്ത് വെള്ളപ്പൂവുണ്ടാവുന്നതിന് പകരം ഇത് മഞ്ഞപ്പൂവുണ്ടാവുന്ന ഇൻസുലിൻ പ്ലാന്റ് എന്ന് പറയുന്നൊരു ചെടിയാണത്. ഇത് എടന്ന എന്നൊക്കെ പറയും. ഇത് ഈ നമ്മളെ ചക്കടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ലേ, ആ ഇലയാണിത്. എടന്ന എന്നൊക്കെ പറയും. വഴന എടന്ന എന്നൊക്കെ പറയും. ഇത് ഓരിലയാണ്. ഓരില. ഇത് കരിമരമാണ്. ഇതിൻ്റെ ഇല ഒന്ന് കഴിച്ചു നോക്കൂ. ടേസ്റ്റ് ഉണ്ടോ? പെരിഞ്ജീരകത്തിൻ്റെ മധുരം എന്നല്ലേ. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റുള്ള, എന്നാൽ പെരിഞ്ജീരകം അല്ല, അതൊരു മരമാണത്. മൗത്ത് ഫ്രഷ്നർ എന്നൊക്കെ പറയും, പെരിഞ്ജീരക മരം എന്നൊക്കെ പറയും. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റുള്ള എസൻസ് വേണമെങ്കിൽ എടുക്കാം, എടുക്കുന്നുണ്ട്.
പെരുംജീരക മരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് മറ്റൊരു മുളം കൂട്ടമാണ്, മുള്ളില്ലാത്ത ലാത്തിമുള എന്ന് പറയുന്ന മറ്റൊരു മുളം കൂട്ടമാണ്. വ്യത്യസ്തമായിട്ടുള്ള പലജാതി മുളകളാണ് അതൊക്കെ. ഇത് മഞ്ഞമുള. ഇത് മഞ്ഞമുള. കായൊക്കെ കുലച്ച് കഴിഞ്ഞാൽ കിളികൾക്കുള്ളതാണ്. ഓ ശരി. നമ്മൾ കായക്കൊലയൊന്നും നമ്മൾ വെട്ടാറില്ല, എല്ലാം കിളികൾക്ക് കൊടുക്കാറില്ല. ഇത് വിഷമൂലി വിഷപ്പൊച്ച എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ആകെ പടർന്ന് കിടക്കുന്നു. അതായത് ചെറിയ ചെറിയ വിഷങ്ങൾക്ക്, പാമ്പിൻ വിഷത്തിന് വരെ ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് ഉപയോഗിക്കാം. പാമ്പ് കടിയേറ്റാൽ ഉടനടി ഇതിൻ്റെ ഇലയും തണ്ടൊക്കെ കൂടി അരച്ച് നീര് കൊടുത്തുള്ള പാല് കുടിച്ചാൽ ഒരു ഫസ്റ്റ് എയ്ഡായി. ഡോക്ടറെ കാണുന്നവരെ നമുക്ക് വിഷം കയറാതെ പിടിച്ചു നിർത്താൻ കഴിയും. പിന്നെ ചിലന്തി അതുപോലുള്ള പഴുതാരൊക്കെ കുത്തിയ ചെറിയ ചെറിയ വിഷങ്ങൾക്ക് ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നതാണ്. വിഷമൂലി അഥവാ വിഷപ്പച്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് എടന്നേട മരമാണത്. വഴന എടന്ന എന്നൊക്കെ പറഞ്ഞില്ല നമ്മളവിടെ, അതിൻ്റെ മരമാണത്. മൂന്ന് പശുവുണ്ട് നമ്മുടെ. വെച്ചൂരാണ്. അമ്പാടി ഒരു മൂരിക്കൂട്ടനാണ്. 3 എണ്ണം. ഒരു മൂരിക്കൂട്ടനുമുണ്ട്, രണ്ട് മൂരിക്കൂട്ടനുമുണ്ട്, ഒരു പശുവുണ്ട്. എന്താണ് അമ്പാടി? ഇവൻ നമ്മുടെ അമ്പാടി, അവൻ നമ്മുടെ ലക്ഷ്മി. അവരവിടെ കിടക്കുന്നുണ്ട്. ടാങ്ക് വെള്ളമടിക്കുമ്പോഴേ പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോൾ ജലം, വായു ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കണം. ടാങ്കിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ നിറഞ്ഞാൽ ഓവർഫ്ലോ നേരെ കിണറിലേക്ക് വിടണം. അപ്പോൾ വെള്ളം നഷ്ടപ്പെടാതെ നോക്കാം. അതുപോലെ തന്നെ വെള്ളത്തിന് തുടിച്ചു കോരുന്നൊരു സമ്പ്രദായം ആദ്യകാലത്ത് വെള്ളം തുടിച്ചു കോരണം എന്ന് പറയില്ല. അതിന് വേണ്ടിയിട്ട് ആ വെള്ളം തിരിച്ചതിലേക്ക് കൊടുക്കണം. നിർബന്ധമായിട്ടും നമ്മുടെ വീടുകളിൽ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് ജലാശയത്തിലേക്ക് വെള്ളം. ഇവിടെ കുറയും വെള്ളം, വറ്റാറില്ല, എന്നാലും ലാവിഷായിട്ടുണ്ടാവില്ല മാത്രം. അതിലെ കിണർ റീചാർജിങ് ഇത്തവണ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടാങ്കിൽ നടുമുറ്റത്ത് വീഴുന്ന വെള്ളത്തിന് ഫിൽറ്റർ വഴി കടത്തി വിട്ട് നേരെ കിണറിലേക്ക് റീചാർജ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അതൊന്നും നോട്ട് ചെയ്തു. അപ്പോൾ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് വരും. ഫിൽറ്റർ ചെയ്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് കിണറിലേക്ക് റീചാർജ് ചെയ്യും. നമ്മുടെ വാർക്ക ഷീറ്റും വന്ന് വീഴുന്ന വെള്ളം നടുമുറ്റത്ത് വീഴുന്ന വെള്ളത്തിന് നേരെ ഫിൽറ്റർ ചെയ്ത് ഇതിലേക്ക് വിടുകയാണ്. ചുറ്റുവശം വീഴുന്നത് പ്രകൃതിയിലേക്ക് തന്നെ കൊടുക്കും. സെൻറ്ററിൽ വരുന്ന വെള്ളം മുഴുവൻ നമ്മൾ കിണർ റീചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കടമ്പവൃക്ഷം. കടമ്പവൃക്ഷത്തിൻ്റെ കമരകളുടെ വ്യത്യസ്തത നോക്കി, ശാഖകളുടെ വ്യത്യാസം കണ്ടോ? ഏണി പോലെ കയറിപ്പോവാവുന്ന ടൈപ്പ്. അതാണ് കടമ്പവൃക്ഷത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് കൊറോണയുടെ എംബ്ലം പോലെയാണ്, ടെന്നീസ് ബോൾ പോലെ ഇരിക്കും. അങ്ങനെ പ്രത്യേകതയും കൂടിയുണ്ട്. ഇതാണ് മക്കോട്ടദേവ എന്ന് പറഞ്ഞ മരം. മക്കോട്ടദേവ ഇപ്പം അതിൻ്റെ കായ ജസ്റ്റ് ഉണ്ടായി കഴിഞ്ഞുള്ളൂ. ഇനി അടുത്തത് പൂവിട്ടു. ഏത് സമയത്തും കായ ഉണ്ടാവുന്നൊരു മരമാണ് മക്കോട്ടദേവ. അത് പോയ്സനാണ്, ഡയറക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണത്. അതിൻ്റെ കുരു കളഞ്ഞ് അരിഞ്ഞ് ഉണക്കിയിട്ട് 1-2 കഷ്ണം എടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെയാണ് പറയുന്നത്. ഏതായാലും അത്തരം ഒറ്റമൂലികൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, അപകടങ്ങളാണ്. കാരണം അതിൻ്റെ ഉപയോഗങ്ങളോ അതിൻ്റെ
മാത്രകളോ അതിൻ്റെ സമയനിഷ്ഠ ഇതൊന്നും അറിയാതെയാണ് ഉപയോഗിക്കുന്നത്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇതാണ് രക്തനെല്ലി എന്ന് പറയുന്ന ചെടി. ഇത് മണിത്തക്കാളിയുടെ ഒരു സാമ്പിൾ തോന്നും കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ ഇതിൻ്റെ ചുമന്ന കായയാണ്. ഇത് ക്യാൻസറിന് കീമോ ചെയ്യുമ്പോൾ ഇതിൻ്റെ കായ കഴിക്കുന്നത് ബ്ലഡ് കൗണ്ട് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് തനിച്ച് ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത് പോയ്സൺ ആണെന്നും പറയപ്പെടുന്നുണ്ട്. മണിത്തക്കാളി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് സമുദ്രപ്പഴം എന്ന് പറയുന്നൊരു മരമാണത്. സമുദ്രപ്പഴം. ഇത് ചായാമൻസയാണത്. മായൻ ഗോത്രവംശത്തിൻ്റെ ചീരയാണ്. ഇതിൻ്റെ ഇല കൂമ്പ് മുതൽ 10 ഇല എടുത്തു കഴിഞ്ഞ് കറി വെച്ച് കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ്. ചായാമൻസ എന്ന് പറയുന്നത്. ഇത് ഞൂണ്ടിപ്പഴം എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണത്. ഞൂണ്ടിപ്പഴം എന്ന് പറയും. ഇത് മറ്റൊരു ജാതി തുളസിയാണ്, മരത്തുളസി എന്ന് പറയുന്നത്. മരം പോലെ പോകുന്നൊരു തുളസിയാണ്. ഇതിൻ്റെ സ്മെല്ല് വ്യത്യസ്തമാണ്. ഇത് ശിവനാലെന്ന് പറയുന്നൊരു ആലാണത്. ഈ മരം ശിവനാല്, വ്യത്യസ്തമായിട്ടുള്ളൊരു ആലുകളാണത്. ശിവനാലെന്നാണ് അതിനെ പറയുക. അത് സന്തോൾ എന്ന് പറയുന്നൊരു ഫ്രൂട്ട് ഉണ്ടാകുന്ന മരമാണത്. സന്തോൾ ഞാവലാണത്. ഇതിപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇത് കുറച്ച് നാൾക്ക് മുമ്പാണെങ്കിലേ, വേനൽക്കാലമാണെങ്കിൽ ഇതേപോലെ ഫ്ലവർ വരും. ഇത് ഫ്ലവറിൻ്റെ ഉണങ്ങിപ്പോയതാണത്. നിറച്ച് തൂങ്ങി ഇങ്ങനെ നെറ്റടിച്ചോണം ഇങ്ങനെ കിടക്കും. നിറച്ച് നിലം മുട്ട തൂങ്ങി കിടക്കുന്ന ഒരു ഓറഞ്ച് കളറ്. അതിങ്ങനെ നിറഞ്ഞ് തൂങ്ങി കിടക്കും. ഇവിടെ മുഴുവൻ അതായിരുന്നു. നല്ല രസമായിരുന്നു. ഈ പ്രദേശം മുഴുവൻ അതിങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു. വണ്ടികൾ വന്ന് അതിൻ്റെ അടിയിൽ കൂടെയാണ് കിടന്നത്. ഇത് കമണ്ടലു ആണ്. കമണ്ടലു എന്ന് പറയുന്ന വൃക്ഷമാണത്. ഇതിനിടയിൽ ഈ കാണുന്ന വൃക്ഷം ശിവജട എന്ന് പറയുന്നത്. ശിവജട, അതിൻ്റെ ഇലയാണ് ഇതാ കാണുന്നത്. ശിവജട നെല്ലിയാമ്പതി ഭാഗത്ത് ധാരാളമായിട്ട് കാണുന്നൊരു വൃക്ഷമാണ് ശിവജട. അതിൻ്റെ പഴമാണ് മരുന്നിന് ഉപയോഗിക്കുന്നത്. നീളത്തിലൊരു ചക്ക പോലെ ഉണ്ടാവും. അതിൻ്റെ ഫ്ലവറിങ് നല്ല രസകരമായിട്ടുള്ളൊരു ഫ്ലവറാണത്. അത് വരയമ്പുളി, മാറമ്പുളി എന്നൊക്കെ പറയും ആ സാധനം. ആ ഫ്രൂട്ട് നോക്കും, സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയും. സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയും. വരയമ്പുളി, മാറമ്പുളി എന്നൊക്കെ പറയുന്നൊരു പുളിയാണത്. പച്ചയ്ക്ക് നല്ല പുളിയാണ്, പഴുത്ത മധുരമാണ്. ഇത് ഡയബറ്റിക് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇരുമ്പുളി പോലെ ഉപയോഗിക്കാം. പാത്രം തേക്കാനൊക്കെ എടുക്കാം, കറിയിലിടാം. എന്തിനും നല്ല സാധനമാണിത്. സ്റ്റാർ ഫ്രൂട്ട് അഥവാ മാറമ്പുളി, വരയമ്പുളി എന്നൊക്കെ പറയും. കുന്നികൾ പല ടൈപ്പുണ്ട്. വെള്ളക്കുന്നി, കറുത്ത കുന്നി, ചുമപ്പും കറുപ്പും കൂടി കുന്നി, അങ്ങനെ അനേകം ടൈപ്പുണ്ട്. അതിൽ കറുത്ത കുന്നിയാണിത്. തനി കറുപ്പായിരിക്കും അതിൻ്റെ കായ. കറുത്ത കുന്നി. ഇത് മുത്തൽ, കുടവൻ എന്ന് പറയും. കുടവനിലെ കരിങ്കുടവനാണത്. കരിങ്കുടവനാണ്. അങ്ങനെ അനേകം തരത്തിലുള്ള സസ്യജാലങ്ങളടങ്ങിയ ഒരു ചെറിയൊരു കാട്. അതിൽ കേവലം കുറച്ച് സസ്യങ്ങളെ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും അനേകം പരിചയപ്പെടുത്താൻ കിടക്കുന്നു. എല്ലാത്തിനെയും കൂടി സംരക്ഷിക്കുക, ജൈവ വൈവിധ്യം നിലനിർത്തുക, എൻ്റെതായിട്ടുള്ള കടമകൾ സമൂഹത്തിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, കുട്ടിവനങ്ങൾ, ഔഷധത്തോട്ടങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുക. സ്കൂളുകളിലും ക്ഷേത്രങ്ങളിലും നക്ഷത്രവനങ്ങൾ വെച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.